ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള ഫോണിൽ വൈഫൈ ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, യാതൊരു ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട യാതൊരു കണക്ഷനുകളും നമ്മുടെ ഫോണിലില്ല. പക്ഷേ നമ്മുടെ ഫോണിൽ നിന്ന് ലൈവായിട്ട് നമുക്ക് ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി സാധിക്കും, TV ന്യൂസുകൾ കാണാൻ വേണ്ടി സാധിക്കും, സിനിമകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം ഫ്രീ ആയിട്ട് നമ്മുടെ ഫോണിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചാലോ? കേൾക്കുന്ന സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ? എന്നാൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന പുതിയ ടെക്നോളജിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അതെ, ഇന്ത്യയിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയാണ് ഡയറക്റ്റ് ടു മൊബൈൽ, അതായത് D2M. എന്തുകൊണ്ടാണ് ജിയോയും എയർടെല്ലും ഒക്കെ ഈ ഒരു നീക്കത്തെ ശക്തമായി എതിർക്കുന്നത് എന്നറിയാമോ? അതുപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ വില കൂടാൻ ഇത് കാരണമാകുമോ? എല്ലാം ഒന്ന് വിശദമായിട്ട് നമുക്ക് നോക്കിയാലോ? ഈ വാർത്തയുമായി താല്പര്യമുള്ളവർക്ക് തുടർന്ന് കാണാം. ആദ്യമായിട്ട് എന്താണ് ഈ D2M എന്ന് നോക്കാം. വിശദമായിട്ട് പറയുകയാണെങ്കിൽ, പണ്ട് നമ്മുടെ ഫോണുകളിലൊക്കെ നമ്മൾ FM റേഡിയോ ഉപയോഗിച്ചിരുന്നു. അന്ന് നമ്മൾ ഇൻ്റർനെറ്റ് ഇല്ലാതെയായിരുന്നു റേഡിയോകൾ വർക്ക് ചെയ്യിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ വീഡിയോകളും നേരിട്ട് നമ്മുടെ ഫോണിലേക്ക് എത്തുന്ന സാങ്കേതിക വിദ്യയാണ് D2M. ഇതിനായിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ടവറുകളല്ല ഉപയോഗിക്കുന്നത്. പകരം TV ചാനലുകളൊക്കെ സംരക്ഷണം ചെയ്യുന്നത് പോലെ ബ്രോഡ്കാസ്റ്റിംഗ് രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ആകാശത്ത് നിന്നും നേരിട്ട് നമ്മുടെ ഫോണിലേക്ക് സിഗ്നലുകൾ പിടിച്ചെടുക്കുന്ന ആ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഇൻ്റർനെറ്റ് ഡാറ്റയുടെ ആവശ്യം വരുന്നില്ല. ഇതുകൊണ്ട് എന്താണ് നമുക്ക് ഗുണങ്ങളെന്ന് നോക്കാം. ഡാറ്റ ആവശ്യമില്ല. വെറുതെ വീഡിയോകൾ കണ്ട് നമ്മുടെ ഡാറ്റ തീർന്നു പോകുമെന്ന ആ ഒരു ആവലാതി നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ബഫറിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും വരില്ല. പ്രധാനമായിട്ടും ഇത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൂടാതെ എമർജൻസി അലർട്ടുകൾ ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ലഭിക്കും. അതായത് പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇൻ്റർനെറ്റ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും ഡയറക്റ്റ് നമ്മുടെ ഫോണിലേക്ക് ഗവൺമെൻറ്റിന് സന്ദേശങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ മറ്റ് കമ്പനികൾ എതിർക്കുന്നത്? ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ടെലികോം കമ്പനികൾക്കും ഫോൺ നിർമ്മാതാക്കൾക്കും ഇതിനോട് വലിയ താല്പര്യമില്ല. അതിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണുള്ളത്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്നത് വീഡിയോകൾ കാണാൻ വേണ്ടിയാണ്. D2M വന്നു കഴിഞ്ഞാൽ ആളുകൾ ഈ ഒരു മൊബൈൽ ഡാറ്റ റീചാർജ് ചെയ്യുന്നത് പൊതുവെ കുറയും. ഇത് നമ്മുടെ നിലവിലുള്ള കമ്പനികളായിട്ടുള്ള ജിയോ, എയർടെൽ, VI പോലെയുള്ള കമ്പനികളെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് അവരിതിനെ കാര്യമായി എതിർക്കുന്നത്. രണ്ടാമതായിട്ട് മൊബൈൽ കമ്പനികളുടെ പ്രശ്നം എന്താണെന്ന് നോക്കാം. വരാൻ പോകുന്ന D2Mന്റെ സിഗ്നലുകൾ പിടിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ഫോണിൽ പ്രത്യേകതരം ചിപ്പുകളും ആന്റിനകളും പിടിപ്പിക്കേണ്ടതായിട്ട് വരും. ഇത് ഫോണിന്റെ ഡിസൈനിങ്ങിൽ മാറ്റം വരുത്തുവാനും അതുപോലെ തന്നെ ഫോണിന്റെ വില വർധനവിനും ഇത് കാരണമാകുന്നുണ്ട് എന്നാണ് സാംസങ്, ആപ്പിൾ പോലെയുള്ള കമ്പനികളുടെ വിലയിരുത്തൽ. എന്നാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് നിലവിൽ കാണുന്നത്. ഡൽഹി, ബാംഗ്ലൂർ അടക്കം 19 സിറ്റികളിൽ ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം അവസാനത്തോടെയോ അല്ലെങ്കിൽ 2027 ഇത് ഇന്ത്യയിൽ നിലവിൽ വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാർക്ക് വളരെയധികം ലാഭമുണ്ടാക്കുന്നതും ഭീമൻ കമ്പനികൾക്ക് വളരെയധികം തലവേദന ഉണ്ടാക്കുന്നതുമായ ഒരു ടെക്നോളജിയാണ് D2M. ഈ D2Mനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇൻ്റർനെറ്റ് ഇല്ലാതെ വീഡിയോകൾ കാണാൻ കഴിയുന്നത് നല്ലതാണോ? അതോ മൊബൈൽ ഫോണിൻ്റെ വിലവർദ്ധനവ് കാരണം ഈ ഒരു സംവിധാനം വേണ്ട എന്ന് വെക്കണോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.